ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ പേര് ബിബിൻ. ഞാനൊരു ഫിസിക്സ് ടീച്ചറാണ്. അപ്പോൾ SSLC എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും, അതിലെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫിസിക്സിലെ ചില കൺഫ്യൂസിങ് ചോദ്യങ്ങളും പ്രോബ്ലംസും ഒക്കെ അടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുപോലെ മോഡൽ എക്സാമുകളിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് 1 Minute Please എന്ന ഈ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോകൾ കാണുക, അതോടൊപ്പം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് SSLC പരീക്ഷയ്ക്ക് ഫിസിക്സിൽ A+ ഗ്രേഡ് ഷുവറായിട്ടും ലഭിക്കാൻ സഹായകമായ വീഡിയോകളായിരിക്കും. പ്രോബ്ലംസ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോകളുടെ PDF നോട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം ഈ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫിസിക്സ് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Okay, an electric heater of resistance 230 ohm is connected to 230 volt supply. Calculate the heat energy produced by it in 1 second. 230 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിക്കുന്ന 230 ഓം പ്രതിരോധമുള്ള ഒരു ഹീറ്റർ 1 സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജം കണക്കാക്കുക. അപ്പോൾ ഇത് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഹീറ്റ് ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അതിലെ ഡേറ്റാസ് ആദ്യം തന്നെ എടുത്തെഴുതുക. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് പതുക്കെ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഡേറ്റ ആണ് ഇലക്ട്രിക് ഹീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 230 ഓം. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് R എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ R ഈസ് ഈക്വൽ ടു 230 ഓം എന്ന് കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്താണ്? 230 വോൾട്ട് ആണ്. ദെൻ കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹീറ്റ് എനർജിയാണ്. ദെൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ടൈം തന്നിട്ടുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പോൾ ഹീറ്റ് കാണണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂൾ ഏതാണ്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വീടുകളിലുള്ള ഈ അയൺ ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അയൺ ബോക്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അയൺ ബോക്സ് ഹീറ്റ് തരാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഹീറ്റ് തരാൻ വേണ്ടിയാണ് നമുക്ക് അയൺ ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അയൺ ബോക്സ് ഹീറ്റ് തരണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? കറണ്ടാണ് വേണ്ടത്. അപ്പോൾ കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക I എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ I തീർച്ചയായും വേണം. അതുപോലെ തന്നെ നമ്മളൊരു അയൺ ബോക്സ് പ്ലഗിൽ കണക്ട് ചെയ്യുന്നതും ഒരു മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അയൺ ബോക്സ് ആകുമ്പോൾ അത് പെട്ടെന്ന് ചൂടാവും, എന്നാൽ മൊബൈൽ ചാർജർ അങ്ങനെ പെട്ടെന്ന് ഹീറ്റ് ആവാറില്ല. അപ്പോൾ അതിന് കാരണം ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ മെറ്റീരിയലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ R അതിലൊരു ഘടകമാണ്. ദെൻ അടുത്തത് അയൺ ബോക്സ് നമ്മൾ വെറുതെ വെച്ചിരുന്നാൽ ചാർജ് ആവില്ല. അത് ഇച്ചിരി സമയം നമ്മൾ ഓൺ ആക്കി വെക്കണം, അല്ലേ? അപ്പോൾ ടൈമും ഒരു ഫാക്ടറാണ്, T ഒരു ഫാക്ടറാണ്. അപ്പോൾ 3 ഫാക്ടറുകൾ എഴുതി I, R, T. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഫാക്ടർ ഏതാണ്? കറണ്ട് ആണ്. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഫാക്ടർ ഉണ്ടെങ്കിലും കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് കറണ്ടിന്റെ സ്ക്വയർ എഴുതാം, I സ്ക്വയർ RT. അപ്പോൾ ഇതാണ് ഈ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്, ജൂൾസ് ലോ, അല്ലേ? അപ്പോൾ heat produced in a conductor is directly proportional to square of the current, resistance of the conductor and the time to which the heat flow. ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അയൺ ബോക്സിനെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അതിൽ ഏതൊക്കെ ഘടകങ്ങളാണുള്ളതെന്ന് ഓർക്കുക. എന്നിട്ട് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കിനി ആ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്താണ് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതാം. H is equal to I സ്ക്വയർ RT ആണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ V ആണ് തന്നിട്ടുള്ളത്. V തന്നിട്ടുണ്ട്. അപ്പോൾ V കൂട്ടിയുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. H സമം V സ്ക്വയർ ബൈ R ഇൻറ്റു T എന്നൊരു ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഇപ്പോൾ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് H is equal to I സ്ക്വയർ RT യിൽ നിന്ന് ഇതിലേക്ക്
കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ഓംസ് ലോ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും അല്ലേ, V = IR. ഇതിങ്ങനെ മാറ്റി മറിച്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ആദ്യത്തെ ഹീറ്റിന്റെ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് അടങ്ങുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് മാറ്റുക. അപ്പൊ V = IR ആണ്. therefore I = എന്താണ്, V/R ആണ് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ V²/R × T എന്നുള്ള ഇക്വേഷൻ വന്നത്. പൈ സ്ക്വയറിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V²/R², കാരണം ഐക്ക് സ്ക്വയർ അല്ലേ, അപ്പൊ V/R പകരം V²/R² × R × T എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ഒരാറും ഇവിടുത്തെ ഒരാറും തമ്മിൽ കട്ടായി പോകുന്നു. അങ്ങനെയാണ് നമുക്ക് V²/R × T എന്നൊരു ഇക്വേഷൻ കിട്ടുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എല്ലാ സാധനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, V എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് V² ആയതുകൊണ്ട് 230 × 230 എന്ന് എഴുതാം. ദെൻ ടൈം തന്നിട്ടുണ്ട്, ടൈം = 1 ആണ്. ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ്, R = 230. അപ്പോൾ നമുക്ക് ഈ 230 മുകളിലത്തെ 230 നമുക്ക് ക്യാൻസൽ ആവും. സോ 230 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 230 ജൂൾ. ഹീറ്റിന്റെ യൂണിറ്റ്, ഹീറ്റ് ഒരു എനർജി ഫോം ആണ്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. സോ ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആണ്. 230 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത് അങ്ങനെയാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. If we increase the current 10 times, what will be the increase in the heat energy produced? If we increase the current 10 times, what will be the increase in the heat energy produced? ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുതി പ്രവാഹം 10 മടങ്ങ് വർദ്ധിച്ചാൽ അവിടെ ഉണ്ടാകുന്ന താപം എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്കറിയാം ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണ്, H = I²RT ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് വി ഇൻക്രീസ് ദ കറന്റ് 10 ടൈംസ്, അതായത് ഐയുടെ വാല്യൂ, കറണ്ടിന്റെ വാല്യൂ 10 ടൈംസ് ഇൻക്രീസ് ചെയ്യാണ്. 10 ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ I = എന്താവും, 10I ആവും അല്ലെ. I = 10I. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഹീറ്റ് എനർജി എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതായത് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, റെസിസ്റ്റൻസ് പകുതിയാവുമ്പോൾ അല്ലെ റെസിസ്റ്റൻസ് ഇരട്ടിയാവുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഹീറ്റിന് മാറ്റം വരുന്നതെന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ H = I²RT ആണല്ലോ. അപ്പൊ നമ്മൾ കറണ്ട് എന്ത് ചെയ്തു, 10I ആക്കി അല്ലെ. അപ്പൊ നമ്മൾ ഐക്ക് പകരം 10I എന്ന് കൊടുക്കുന്നു. 10I കൊടുക്കുമ്പോൾ I² ആണ് അല്ലെ. അപ്പൊ നമ്മളത് ഹോൾ സ്ക്വയർ ഇടണം. അപ്പൊ ഈ 10ന്റെ സ്ക്വയർ ഒഴിവാക്കരുത്. 10I² × R × T. അപ്പോൾ 10² എന്താണ്, 10² = 100. പിന്നെ I² എന്ന് പറയുന്നത് I² തന്നെ. അപ്പോൾ 100I²RT എന്ന് പറയും. പക്ഷെ ഇവിടുത്തെ ഈ I²RT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹീറ്റ് തന്നെയാണ് അല്ലെ, ഹീറ്റ് ആണ്. അതായത് 100 × H എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് ഒരു ഇഫ് വി ഇൻക്രീസ് ദ കറന്റ് 10 ടൈംസ്, 10 ടൈംസ് ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് എന്ത് ചെയ്യും, 100 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. 100H ആയിട്ട് മാറുകയാണ്, 100H ആയിട്ട് മാറുകയാണ്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം, ഇഫ് ഡബിൾ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ്? സർക്യൂട്ടിലെ ചാലകത്തിന്റെ പ്രതിരോധം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങായി വർദ്ധിക്കും? അപ്പൊ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെയ്ത് നോക്കിയേ. അപ്പൊ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. എളുപ്പമാണ്, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്തതിന് ശേഷം അപ്പൊ അത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഡബിൾ ദ റെസിസ്റ്റൻസ്, അതായത് R എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്യുന്നു. അപ്പം 2 ടൈംസ് R ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ, H = I² R × T ആണ്. അപ്പൊ R ആണ് ഇവിടെ 2R ആയി മാറുന്നു. അപ്പൊ I² × R പകരം നമ്മൾ 2R കൊടുത്തു, 2R × T. ഇവിടുത്തെ 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം, അപ്പൊ കോമൺ അല്ലേ. അപ്പൊ 2 × I² RT എന്ന് വരുന്നു. 2 × I² RT. ഈ I² RT എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2H, 2 ടൈംസ് H ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇതേപോലത്തെ പ്രോബ്ലംസ് ചെയ്യാമല്ലോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ
ഹീറ്റിന്റെ പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നത് റെസിസ്റ്റൻസിന്റെ പ്രോബ്ലങ്ങളാണ്. റെസിസ്റ്റൻസിന്റെ പ്രോബ്ലം. അപ്പോൾ റെസിസ്റ്റൻസിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യം റെസിസ്റ്റൻസ് രണ്ടായിട്ട് കണക്ട് ചെയ്യുന്നു. എന്താണ് ഈ റെസിസ്റ്റൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, 9ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വി ഈസ് ഈക്വൽ ടു ഐ ആർ, വെയർ ആർ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? റെസിസ്റ്റൻസിന്റെ സിമ്പൽ എന്താണ്? ഇതാണല്ലേ സിമ്പൽ. അപ്പൊ ഇതെന്താണ് സംഭവം ശരിക്കും? അപ്പൊ ഇവിടെ വരെ നേർ വരെയായിട്ട് പോകുന്നു, പിന്നെ ഇവിടെ കുറച്ച് കട്ടറായി വരുന്നു അല്ലെ. അപ്പൊ റോഡിൽ നമ്മളിങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ കുറച്ച് ബമ്പ് ഉള്ളതായിട്ട് നോക്കുക അല്ലെ. അപ്പൊ അതെന്താ ചെയ്യുന്നത്? വേഗത, നമ്മുടെ വെഹിക്കിൾസിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ കറണ്ട് ഇതിലെ പാസ് ചെയ്യുന്ന സമയത്ത് കറണ്ടിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, അതിന്റെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്റൻസിന്റെ അടുത്തത് ഇതേപോലെ കണക്ട് ചെയ്യാം. ഇതിനാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. സീരീസ് കണക്ഷൻ. അപ്പൊ ഇത് R1 ഇത് R2 ആണെങ്കിൽ സീരീസ് കണക്ഷനിൽ ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നാണ് അല്ലെ. അപ്പൊ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളിലും എല്ലാം ഇത് കുറെ കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇനി സമാന്തര രീതി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെസിസ്റ്ററിന്റെ ഒരെൻഡ് അടുത്ത റെസിസ്റ്ററിന്റെ ഒരെൻഡിലേക്കും ഓപ്പോസിറ്റ് എൻഡുകൾ ഒരുമിച്ചും കണക്ട് ചെയ്യുന്നു. ഏകദേശം ഇതേപോലെയുള്ള കണക്ഷൻ. ഇതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുക. R1 R2 പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആണ്. അപ്പൊ ഇത് രണ്ട് റെസിസ്റ്റർ വരുന്ന കേസിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം. R ഈസ് ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2, R1 R2 ബൈ R1 പ്ലസ് R2. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചിരിക്കുക. R ഈസ് ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2. അതേപോലെ സീരീസ് കണക്ഷനിലാണെങ്കിൽ R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോവാം. Calculate the effective resistance in the above circuit if the electric current is flowing for 10 minutes. Calculate the amount of heat energy produced. Calculate the heat energy produced in 10 minutes if these resistors are connected in parallel. അതായത് കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ എബോവ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ തൊട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചെയ്യാം. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? ഇത് ഒരു റെസിസ്റ്റൻസ് നമുക്ക് R1 ഇടാം. ദിസ് വൺ വി ക്യാൻ സേ ഇറ്റ് ആസ് R2. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. അല്ലെ, ഇറ്റ് ഇംപ്ലൈസ് R1 പ്ലസ് R2 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? 4 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 6 ഓം ആണ് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഒന്നാമത്തെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്ലോയിങ് ഫോർ 10 മിനിറ്റ്സ്. നമുക്ക് ഓരോ ഡേറ്റാസ് ആയിട്ട് എഴുതാം. അപ്പോൾ T ഈസ് ഈക്വൽ ടു 10 മിനിറ്റ്സ്. 10 മിനിറ്റ്സിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് ആക്കിയാൽ 10 ഇൻറ്റു 60 സെക്കൻഡ്സ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ്. ഹീറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ H ഇസ് ഈക്വൽ ടു I²RT ആണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഇവിടെ തന്നിരിക്കുന്നത് വോൾട്ടേജ് ആണ്. വോൾട്ടേജും അതേപോലെ എഫക്റ്റീവ് റെസിസ്റ്റൻസും ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? V²/R ഇൻറ്റു T എന്നുള്ള ഇക്വേഷൻ. അതായത് ഈ ഐക്ക് പകരം V/R കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. V²/R ഇൻറ്റു T. ഇപ്പൊ ഇവിടുത്തെ V ഓൾറെഡി ഗിവൺ ആണല്ലോ, ഈ പിക്ചറിൽ തന്നെ ഉണ്ട്. V ഈസ് ഈക്വൽ ടു എന്താണ്? 12 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ V²/R ഇൻറ്റു T. R നമ്മളിപ്പോൾ ആദ്യം കണ്ടുപിടിച്ചു. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 6 ഓം നമുക്ക് കിട്ടി. പിന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V² എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 12 ഇൻറ്റു ടൈം എന്താണ്? 10 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ R നമുക്ക് ഓൾറെഡി കിട്ടി അല്ലേ? 6 ഓം ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒന്ന് ക്യാൻസൽ ചെയ്ത് ഇതിനെ ഒന്ന് ലഘൂകരിച്ച് കഴിഞ്ഞാൽ 6ഉം 16 തമ്മിൽ കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ബാക്കി സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 12 × 12 എന്ന് പറയുന്നത് എത്രയാണ്? 144 ആണ്. 144 × 100 is equal to 14,400 ജൂൾ എന്ന് നമുക്ക് കിട്ടും. ആൻസർ 14,400 ജൂൾ എന്നാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുക. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കുന്നു, R1 + R2. പിന്നെ അതിനുശേഷം ഹീറ്റ് എനർജി. ഇപ്പോൾ ഈ ഇക്വേഷനിൽ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കിട്ടും ഇത് ഏത് ഇക്വേഷൻ കണക്ട് ചെയ്താലാണ് നമുക്ക് ഇതിന് ആൻസർ കിട്ടുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Calculate the heat energy produced in 10 minutes if these resistors are connected in parallel. Calculate the heat energy produced in 10 minutes if these resistors are connected in parallel way. ഇപ്പോൾ പാരലൽ വേ ആകുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുക? R = ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഫോർമാറ്റ് മാറ്റിയിട്ട് ഇതേപോലെ കണക്ട് ചെയ്യുക എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ്, അടുത്തത് ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെയാണ് കണക്ഷൻ എങ്കിൽ ഇത് 2 ohm, ഇത് 4 ohm, ഇത് 2 ohm. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റെസിസ്റ്റൻസ് എന്നാണ്, ഹീറ്റ് എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പാരലലി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചു, R1 R2 by R1 + R2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചു അല്ലേ? അപ്പോൾ R1 ഉണ്ട്. R1 എന്ന് പറയുന്നത് 4 × 2 divided by 4 + 2. അപ്പോൾ 4 × 2 is 8, 4 + 2 is 6. 8/6 നമുക്ക് ഒന്നുകൂടെ ഷോർട്ട് ആക്കാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8/2 എന്തായി? 4 ആയി. 6/2 എന്ന് പറയുന്നത് 3 ആയി. അപ്പോൾ നമുക്ക് 4/3 എന്ന് കിട്ടും. 4/3 അവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ഇക്വേഷൻ എന്താണ്? ഹീറ്റ് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ഇവിടെ ഉണ്ട് അല്ലേ? വോൾട്ടേജ് = 12 വോൾട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വോൾട്ടേജിന്റെ ഇക്വേഷൻ എടുക്കുക, V²/R × T അല്ലേ? അപ്പോൾ V എന്താണ്? ടൈം ഇവിടെ ഉണ്ട്, ടൈം 10 minutes ആണ്. അപ്പോൾ 10 × 60 seconds. അപ്പോൾ V²/R എന്ന് പറയുമ്പോൾ V² 12 × 12 into time 10 × 60 divided by resistance എത്രയാണ്? 4/3 ആണ്. 4/3 ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4/3 എന്ന് വന്നു കഴിയുമ്പോൾ ഇതിനെ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടി ചെയ്യുമ്പോൾ 4/3 എന്നുള്ളത് 3/4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കൊന്നുകൂടെ മാറ്റി എഴുതാം. 12 × 12 × 10 × 60 into റെസിപ്രോക്കൽ 4/3 റെസിപ്രോക്കൽ 3/4. അപ്പോൾ 3 ഡിവൈഡ് ബൈ അല്ലെങ്കിൽ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 3/4 എന്ന് വരും. ഇനി ഇതിനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാലോ. 4ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ദിസ് വിൽ ഗിവ് യു 3. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യുക. 3 × 12 എത്രയാണ്? 24 36. 36 × 10 എന്ന് പറയുന്നത് 360 വരും. ഓക്കെ, നമുക്ക് ആദ്യം 3 × 12 36. 36 × 3 ചെയ്ത് നോക്കാം. 36 × 3 ഓക്കെ 108 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 3 കഴിഞ്ഞു, 12 കഴിഞ്ഞു, 3 ചെയ്തു. ഓക്കെ, ഇനി 10 × 60 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 10 × 60 എന്ന് പറയുന്നത് എത്രയാ? 600 ആണ്. ഓക്കെ, 600 ആണ്. അതിൽ 6 കൊണ്ട് നമുക്ക് ഗുണിക്കാം. 108നെ നമുക്ക് 6 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, അപ്പോൾ 648 എന്ന് നമുക്ക് കിട്ടും. 648 എന്ന് കിട്ടും. 648. പിന്നെ ഇവിടുത്തെ 2 0 ഉണ്ടല്ലോ, ഈ 2 0 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 64800 അതായത് 64,800 ജൂൾ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. 64,800 ജൂൾ. അപ്പോൾ ഈ 2 പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഇതിൻ്റെ PDF നോട്ട് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് PDF നോട്ട് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.